അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ ഫഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ബഹുമാന്യരായ അരനെല്ലൂർ മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആദർശ ഫാമിലി മീറ്റിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരീ സഹോദരന്മാരെ, ഈ മീറ്റിലെ പഠന സെഷനുകളിൽ ഒന്നാമത്തെ ക്ലാസ് കുടുംബം മനോഹരം എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദർശ പ്രബോധന രംഗത്ത് വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നാം ഓരോ കുടുംബത്തിലെയും മെമ്പർമാരാണ്. ആ കുടുംബ ജീവിതത്തിൽ നാം പാലിക്കേണ്ടുന്ന അച്ചടക്കങ്ങളും ബാധ്യതകളും കടമകളും കടപ്പാടുകളും അതെങ്ങനെയാകണം എന്നത് ഒരല്പം സൂചിപ്പിക്കുവാനാണ് ഈ വിഷയത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിൽ സമാധാനം ലഭിക്കാൻ രണ്ട് മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായ നമ്മെ സൃഷ്ടിച്ച റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയാണ്, ദിക്റുള്ളയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യൻ്റെ മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സദാ സ്മരണയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് അറിയണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളായിരുന്നു. അവിടുന്ന് പ്രഭാതത്തിലും പ്രബോധത്തിലും രാവിലെയും വൈകുന്നേരവുമൊക്കെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ അദ്കാറുൽ സ്വബാഹും അദ്കാറുൽ മസാഉം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷം ലഭിക്കണമെങ്കിൽ കുടുംബമായി ഒരുമിപ്പിച്ച റബ്ബിനെ, നമ്മെ കാണുന്ന നിരീക്ഷിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുടുംബത്തിലെ ഓരോ മെമ്പർമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പ്രകാരം ദിക്റിൽ ആയിരിക്കണം എന്നത് വളരെ അനിവാര്യമാണ്. ആദ്യമായി എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്, നമുക്ക് സമാധാനത്തിൻ്റെ മേഖലയായ ദിക്റുള്ളയിൽ കൃത്യമായ ഇടപെടൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സദാ സ്മരണകൾ വീട്ടിലെ ഓരോ മെമ്പർമാർക്കും ഉണ്ടോ? രാവിലെ ആ ദിക്റുകൾ വാപ്പ ചൊല്ലുന്നുണ്ടോ, ഉമ്മ ചൊല്ലുന്നുണ്ടോ? മക്കളും പേരമക്കളും മരുമക്കളും കുടുംബത്തിലെ ഓരോരുത്തരും പേരമക്കളുമൊക്കെ അത് ചൊല്ലുന്നുണ്ടോ? അതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഓർമ്മപ്പെടുത്തലുകളുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയാണോ ആ വിഷയത്തിൽ നമുക്ക് തകരാറുള്ളത്, അലസതയുള്ളത്, ആ വിടവുകൾ നികത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. കുടുംബജീവിതത്തിൻ്റെ സമാധാനം ലഭിക്കുന്നതിൽ
മനുഷ്യ സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം അതാണ്, ദിക്റുള്ളയാണ്. അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇണാജീവിതം, കുടുംബജീവിതം നയിക്കുന്നതിലൂടെ സമാധാനം ലഭിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. സാധാരണ നിക്കാഹ് ഖുത്ബകൾ നമ്മൾ കേൾക്കുന്ന ആയത്താണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂമിൽ 20-ാമത്തെ വചനം മുതൽ ഒട്ടനേകം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ്, അത് കണ്ടില്ലേ, അള്ളാഹു സൃഷ്ടിച്ച ഇന്ന വൈഭവങ്ങൾ കണ്ടില്ലേ, ഓരോ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തെളിവുകളായി എടുത്തു പറയുമ്പോൾ അക്കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വമിൻ ആയാതിഹി, അവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവിൽപ്പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മനുഷ്യരായ ഇണകളെ നിശ്ചയിച്ചു തന്നു എന്നത്. ലിതസ്കുനൂ ഇലൈഹാ, വൈവാഹിക ജീവിതത്തിലെ ഇണാജീവിതം, കുടുംബജീവിതം എന്തിനാണ് ഇണകളായി അള്ളാഹ് നിശ്ചയിച്ചത്? ആ ഇണയിലൂടെ സമാധാനം ലഭിക്കാൻ. അപ്പോൾ കുടുംബജീവിതം സമാധാനം ലഭിക്കാനുള്ള മാർഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. ആ സമാധാനം എങ്ങനെ ലഭിക്കും? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇണകൾക്കിടയിൽ, ഭാര്യക്കും ഭർത്താവിനുമിടയിൽ അവരുടെ കൽബുകളിൽ അല്ലാഹു മവദ്ദത്തും റഹ്മത്തും നിശ്ചയിച്ചിട്ടുണ്ട്. മവദ്ദ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പദങ്ങളിൽ അത്യുന്നതിയിൽ നിൽക്കുന്ന, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന പദമാണ്. ആ മവദ്ദയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഭർത്താവിൻ്റെ കൽബിൽ, ഭാര്യയുടെ കൽബിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. വറഹ്മ, കാരുണ്യവും. ആരോഗ്യം നഷ്ടപ്പെട്ടു, സൗന്ദര്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, രോഗിയായി, വേദനയായി, ചെക്കപ്പായി, ചികിത്സയായി, ആ സന്ദർഭത്തിലും സാരമില്ല, ഇതിൽ ഖൈറുണ്ടാകും, അള്ളാഹു സുഖപ്പെടുത്തി തരും, ഈ പരീക്ഷണത്തിന് പ്രതിഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന, കാരുണ്യത്തോടെ പെരുമാറുന്ന ഭർത്താവ്, കാരുണ്യത്തിൽ ഇടപെടുന്ന ഭാര്യ. ഈ ഇണാജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മവദ്ദത്തും റഹ്മത്തും നിശ്ചയിച്ചുകൊണ്ട് അതിനെ അല്ലാഹു സമാധാനം നൽകുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിലെ ഈ രണ്ട് മാർഗങ്ങളിൽ ഒന്നാണ് കുടുംബമായി ജീവിക്കുക എന്നത്. ആ കുടുംബജീവിതം നയിക്കുന്ന നമ്മൾ, കുടുംബത്തിലെ വ്യത്യസ്ത റോളുകളിൽ ജീവിക്കുന്ന നമ്മൾ, ഇസ്ലാം പറഞ്ഞ ബാധ്യതകളെല്ലാം നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ, ആ കാര്യങ്ങൾ കൃത്യമാക്കിയാൽ, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുൻഗാമികളും നമുക്ക് ആ വിഷയത്തിൽ പഠിപ്പിച്ചു തന്ന മാതൃകകൾ നമ്മുടെ കുടുംബത്തിൽ പാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ പലപ്പോഴും അപാകതകൾ നമുക്കുണ്ട്, ന്യൂനതകളുണ്ട്, വിടവുകളുണ്ട്. അതുകൊണ്ട് തന്നെ തകരാറുകൾ കുടുംബജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ശിഥിലമായി കൊണ്ടിരിക്കുന്നു, സ്നേഹങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വഞ്ചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒരാഴ്ചയോളം നമ്മുടെ കേരളക്കരയിൽ, പാലക്കാട് ജില്ലയിൽ വല്ലപ്പുഴയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതെയായി. പർദ്ദയിട്ട്, നിക്കാബിട്ട് അവൾ ഒരു അന്യപുരുഷന്റെ കൂടെ, ഒരു ചെറുക്കൻ്റെ കൂടെ യാത്ര ചെയ്ത് ഗോവയിൽ നിന്ന് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും എല്ലാവരും ടെൻഷനിലായിരുന്നു. 5-6 ദിവസം ആ മകളുടെ പോക്ക് എങ്ങോട്ട് എന്ന് തിരിച്ചറിയാതെ ഈ കുട്ടിയുടെ വിഷയം എന്താണ് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നത്തിൻ്റെ കാരണം, ഇറങ്ങിപ്പോവാനുള്ള കാരണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരു വാപ്പയെ, ഒരു ഉമ്മയെ, ഒരു കുടുംബത്തെ ഭയപ്പെടുത്തി വഞ്ചിച്ച് അന്യരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സംഭവങ്ങൾ മുസ്ലിം കുടുംബത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിൽ വല്ല സമാധാനവുമുണ്ടോ? ആ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇസ്ലാം പറഞ്ഞതുപോലെ ഈ സമാധാനവും സ്വസ്ഥതയും സ്നേഹം പങ്കിടലും കാരുണ്യവും വർദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ കഴിഞ്ഞ റമദാൻ, ഈ കഴിഞ്ഞ മുഹറം 9 അല്ലെങ്കിൽ 10 ആ സുന്നത്ത് നോമ്പിൽ ഒരു നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ ഖദീജ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു നല്ല ഭാര്യ, ആ ഭാര്യ നോമ്പനുഷ്ഠിച്ച് രാവിലെ മുതൽ ആ വീട്ടിൽക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉച്ചയായപ്പോൾ ലഹർ നമസ്കാരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഇബാദത്തിന് വേണ്ടിയും കുളിച്ചു വൃത്തിയാവാൻ
ബാത്റൂമിലേക്ക് കയറിയപ്പോൾ യൂനുസ്കോയ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവ് കമ്പിപ്പാര കൊണ്ട് ആ ബാത്റൂമിലേക്ക് കയറി തലക്കടിച്ചു കൊന്നു. ആ കൊന്നതിൻ്റെ പിന്നിലെ വിഷയം, അയാൾ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഓടി, തൊട്ടടുത്ത കനോലി കനാലിൽ ചാടി, ആ പുഴ നീന്തി അപ്പുറം കടന്നു, വസ്ത്രത്തിന് വേണ്ടി യാചിച്ചു. ആരോ വസ്ത്രം കൊടുത്തു. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അയാൾ വണ്ടി കയറി. അയാൾ ദീൻ പഠിച്ചൊരു മതപണ്ഡിതനായിരുന്നു, കിതാബോധിയ ഒരു ആലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർസ് പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് ഹൈദരാബാദിൽ അയാൾ പോയിട്ടുണ്ട്. ആ പരിചയം വെച്ചാണ് അദ്ദേഹം അങ്ങോട്ട് രക്ഷപ്പെട്ടത്. പിടിക്കപ്പെട്ടു. സംശയരോഗമാണ് വില്ലൻ. ഭാര്യയെ അനാവശ്യമായി സംശയിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ കുടുംബജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കൂ. +2 പഠിക്കുന്ന പെൺകുട്ടി ആ സ്വന്തം ഉമ്മയെ അടിച്ചു കൊന്ന വാപ്പയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ മാധ്യമങ്ങൾ അതിങ്ങനെ പുറത്തേക്ക് കാണിക്കുകയാണ്. ഈ വാപ്പയെ എനിക്ക് വിട്ടുതാ, ഇയാളെ എനിക്ക് വിട്ടുതാ, ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നതുപോലെ കൊന്നുതരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകൾ വികാരം കൊണ്ടുകൊണ്ട് വാപ്പക്കെതിരെ നിൽക്കുന്ന ആ ചലിക്കുന്ന ചലനങ്ങൾ സങ്കടത്തോടു കൂടിയല്ലാതെ നമുക്ക് കാണാൻ കഴിയുമോ? ഇത് മുസ്ലിം കുടുംബത്തിൽ പ്രത്യേകിച്ചും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ വെളിച്ചത്തിന് കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആദർശ തണലിൻ്റെ കുടുംബത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൻ്റെ രാത്രിയിലാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കി ബഹളമുണ്ടാക്കി വനിതാ പോലീസ് വന്നപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പോലീസിനെ ചവിട്ടുന്ന നസ്രീന എന്ന് പറയുന്ന തലശ്ശേരിക്കും മാഹിക്കും ഇടയിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടി. എന്തെല്ലാം സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട് തിരൂരിലുണ്ടായ അടുത്തൊരു സംഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വളരെ റീൽസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നസ്രിയ സുൽത്താൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ ഒരന്യ പുരുഷന്റെ കൂടെ, ഹൈന്ദവ സഹോദരന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. നിലവിലൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരത്തെ 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. 3ാമത്തെ കല്യാണമാണ് ഇവളെ കെട്ടിയത്. അത് രണ്ടും മറച്ചു വെച്ചു. വഞ്ചനയാണ്, പാടില്ല, ചെയ്യാൻ പാടില്ല. അവൾ അതറിഞ്ഞു. അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അവൾ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ആ പ്രശ്നത്തിൽ കുടുംബത്തിന് ബാധ്യതയുണ്ട്, ചർച്ച ചെയ്യണം, തീരുമാനിക്കണം. സമൂഹത്തിന് ബാധ്യതയുണ്ട്, ചർച്ച ചെയ്യണം, തീരുമാനിക്കണം. മഹലിന് ബാധ്യതയുണ്ട്, ഇടപെടണം, നന്നാക്കണം. അതിനൊന്നും കാത്തിരിക്കാതെ ആ പെൺകുട്ടി അയൽവാസിയായ അവൾ എല്ലാം പറഞ്ഞാൽ കേൾക്കാൻ, അവളെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് മുന്നിൽ വന്നിട്ടുള്ള ഒരു ഹൈന്ദവ സഹോദരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, ഒരു മകനെയും കൊണ്ട്. എന്നിട്ട് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നു, വീഡിയോയിൽ വരുന്നു, ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞാൻ സുഖമായി ജീവിക്കുന്നുണ്ട്, എൻ്റെ മകനെ യത്തീംഖാനയിൽ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, എൻ്റെ കൂടെയുണ്ട്, ഇതാ വീഡിയോ കാണിക്കുകയാണ്. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ആ മകളെ തിരിച്ചു വിളിക്കുന്നു. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇത്താത്തയെ വിളിക്കുന്നു, നിനക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്, പിഴവ് സംഭവിച്ചിട്ടുണ്ട്, നിനക്ക് നിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാം, സന്തോഷിക്കാം, എല്ലാം ഏറ്റെടുത്തു എന്ന് പറയുന്ന അയാൾ കറിയിലെ കറിവേപ്പില ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്നത് പോലെ അയാളുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ വലിച്ചെറിയും, ഇത്താത്ത തിരിച്ചുവാ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ആങ്ങിള. അവസാനം അവൾ ഇപ്പോൾ വീഡിയോയിൽ വന്നു, എൻ്റെ മകൻക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വ്ളോഗിങ് ചെയ്യാൻ. അങ്ങനെ ആ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മകനോട് പറയുന്നു, ആ ഇൻ്റർവ്യൂവിൽ എന്താ പറയുന്നത്, മകനെ നീ എന്നെ വിട്ടു പോകരുത് കേട്ടോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഇവളോ സ്വന്തം ഉമ്മയെ കരയിപ്പിച്ച് പുറത്തു പോന്നിട്ടുള്ള അന്യൻ്റെ കൂടെ ജീവിക്കുന്ന അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം മകനെ നീ എന്നെ വിട്ടു പോകരുത് എന്നാണ്. ആ സഹോദരിക്ക് അല്ലാഹു ഹിദായത്ത് തിരിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആധുനിക കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും അസമാധാനങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിന് മാത്രം ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതോ, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ളത് ആണ് എന്നാണ്. ഇവിടെ കുറേ ചെറുപ്പക്കാരുണ്ട്, എന്തേ മോനെ നീ കല്യാണം കഴിക്കാത്തത് എന്ന് ചോദിച്ചാൽ, മൗലവി കുറച്ചും കൂടെയൊക്കെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നാ പറയാ. അപ്പൊ കുടുംബജീവിതം, കല്യാണം അസമാധാനമാണ് എന്ന് സമൂഹം തീരുമാനിക്കുന്നു. അങ്ങനെയല്ല ഇസ്ലാം പറയുന്നത്. ലിതസ്കുനു ഇലൈഹാ, അത് ലഭിക്കണമെങ്കിൽ മവദ്ദത്തും റഹ്മത്തും അള്ളാഹ് നിശ്ചയിച്ചു തന്നത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു കുടുംബമാവണമെങ്കിൽ ഇസ്ലാമിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദർശ ബന്ധം അനിവാര്യമാണ്. ഇണകൾക്ക് ആദർശ ബന്ധം വേണം.
അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച വചനം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു സൂറത്തുൻ നഹ്ലിൽ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ നന്മകൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാകുന്നു, തൗഹീദ് അംഗീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാതൃക ഇത്തിബാഉ സുന്ന അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ തയ്യാറാകുന്നു, ആരാണോ അവർക്ക് അല്ലാഹു പറയുന്നു ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ, അവർക്ക് നല്ല ഒരു ജീവിതം, ഒരു അടിപൊളി ജീവിതം അല്ലാഹു നൽകും. ഈ ആയത്തിന്റെ ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞു, അത് ദുനിയാവിലെ ജീവിതമാണ്. ശാന്തമായ, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ഒരു ജീവിതം അല്ലാഹു നൽകും. ധനം കുറവാണെങ്കിലും, അനുഗ്രഹങ്ങൾ കുറഞ്ഞതാണെങ്കിലും, ആ ഉള്ളതിൽ ഒരു സന്തോഷവും ആനന്ദവും ഒരു സമാധാനവും ദുനിയാവിലെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ അവർക്ക് നൽകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. നാളെ പരലോകത്ത് ഈ ദുനിയാവിൽ അവർ ചെയ്തതിന് ഇരട്ടിയായി അല്ലാഹു അനുഗ്രഹീതമായ സ്വർഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പം എന്ത് വേണം? ആദർശബന്ധം വേണം, തൗഹീദ് വേണം. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. റബ്ബായി അല്ലാഹു മാത്രം, ഇലാഹായി അല്ലാഹു മാത്രം, ഏറ്റവും നല്ല നാമങ്ങളും വിശേഷണങ്ങളും അല്ലാഹുവിന് മാത്രം. റബ്ബ് എന്ന് പറഞ്ഞാൽ ഖൽഖിലും മുൽക്കിലും തദ്ബീറിലും ഏകൻ, നിയന്താവായി അവൻ മാത്രം, സൃഷ്ടാവായി അവൻ മാത്രം, അധികാരമുള്ളത് അവൻക്ക് മാത്രം, ഇബാദത്തിന്റെ പരിധിയിൽപ്പെട്ട എല്ലാം അവൻക്ക് മാത്രം നൽകുക. ഏറ്റവും നല്ല നാമങ്ങളും വിശേഷണങ്ങളുള്ള റബ്ബിനെ ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യുക. ഇതിൽ വാപ്പയും ഉമ്മയും മക്കളും പേരമക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഈ ആദർശത്തിൽ ഉറച്ചവരായിരിക്കണം. എങ്കിൽ ആ കുടുംബജീവിതം മനോഹരമായിരിക്കും. നമ്മുടെ കുടുംബജീവിതം അങ്ങനെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം സ്വർഗത്തിലും ഇണകളായിട്ടാണ് അല്ലാഹു ആനന്ദം നൽകുന്നത്. മാഫിൽ ജന്നത്തി അഅ്സബ്, സ്വർഗത്തിൽ ബാച്ചലറായി ആരുമില്ല, ഇണകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കൊണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇതേ ഭാര്യയെ, ഇതേ ഭർത്താവിനെ, ഇതേ മക്കളെ, ഇതേ കുടുംബത്തെ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, സ്വഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിനെ കാണലാണ്. നമ്മൾ ഏത് അമലുകൾ ചെയ്യുന്നതും അല്ലാഹുവിനെ കാണാനാണ്. ആ റബ്ബിനെ വജ്ഹുല്ലാ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിനെ കാണിച്ചു തരും. കണ്ണെടുക്കാതെ മുഅ്മിനീങ്ങൾ, സ്വർഗാവകാശികൾ റബ്ബിനെ കണ്ട് ആനന്ദിക്കും. അത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ സൂക്കിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. ആ സ്വർഗീയ സൂക്കിൽ അങ്ങാടിയിൽ നിന്നൊരു കാറ്റ് വീശും, സ്വർഗീയ കാറ്റാണ്. നമ്മുടെ ഭംഗി അല്ലാഹു അധികരിപ്പിച്ചു തരും. നമ്മൾ നമ്മുടെ ഹൈമകളിലേക്ക്, കൊട്ടാരങ്ങളിലേക്ക്, വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ഇണകൾ നമ്മളോട് പറയും, നിങ്ങളുടെ ജമാൽ അധികരിച്ചിട്ടുണ്ടല്ലോ. ആ ഇണകളോട് നമ്മൾ തിരിച്ചു പറയും, നിന്റെ ഭംഗിയും അല്ലാഹു അധികരിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ സ്വർഗത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഹും വഅസ്വാജുഹും അലൽ അറായികി മുത്തഖിയൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ചാരു കസേരകളിൽ, മെത്തകളിൽ, സോഫകളിൽ നന്നായി ഇരുന്നിങ്ങനെ സ്വറക്കുന്നവരായിരിക്കും. സ്വർഗീയ ആനന്ദത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബിനെ കണ്ട് ആനന്ദിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം കഴിഞ്ഞാൽ ഇണകളായി ചാരു കസേരകളിൽ ഇരുന്നിങ്ങനെ ആസ്വദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് വലിയ ആനന്ദമായി തന്നെ കാണണം. അപ്പൊ സ്വർഗത്തിലും ഇണകളായിട്ടാണ് അള്ളാഹു കൊണ്ടുവരുന്നത്. പണ്ടൊരു ഉസ്താദ് വയല് കഴിഞ്ഞപ്പോൾ ദ്വാരുന്ന കൂട്ടത്തിൽ ദ്വാരുന്നു, റബ്ബേ ഇതേ ഭാര്യയെ, ഇതേ ഭർത്താവിനെ ഞങ്ങളെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണേ. എല്ലാവരും ആമീൻ പറഞ്ഞു. ഉസ്താദ് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആ മറൻ്റെ ഭാഗത്തുനിന്ന് ഒരു താത്ത ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, ഇതേ പുയ്യാപ്പളനെ തന്നെയാണ് അവിടെ കിട്ടുക സ്വർഗത്തിൽ? എങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ടട്ടോ. അയാളവിടെ സഹിക്കാണ്, ഞാൻ ആഖിറത്തിലും ഇയാളെ തന്നെ സഹിക്കണ്ടേ എന്നാണ്. അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കണ്ട.
സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോകുമ്പോൾ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, സിറാത്ത് പാലം കഴിഞ്ഞാൽ കൻതറയുണ്ട്. അത് സിറാത്തിന്റെ തന്നെ ഒരു ഭാഗമാണോ അതല്ല വേറെ പാലമാണോ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ധാരാളം ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ആ കൻതറയിൽ വെച്ച് വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, നമ്മുടെ കൽബിലെ എല്ലാ പകകളെയും മോശ സ്വഭാവത്തെയൊക്കെ എടുത്തു മാറ്റും. അപ്പോൾ സാധനം ഇതേ പുയ്യാപ്പിളന്നെ, ഇതേ പുതിയണ്ണന്നെ, ഇതേ മരിയോനെന്നെ, ഇതേ മരിയോളെന്നെ, ഇതേ കുടുംബത്തിൽപ്പെട്ടവരെന്നെ സ്വഭാവമൊക്കെ അല്ലാഹു മാറ്റിയിട്ടുണ്ട്, നല്ലോരാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് ദ്വാരുന്നൂടെ, റബ്ബേ ഇതേ ഭർത്താവിനെ, ഇതേ ഭാര്യയെ, ഇതേ മക്കളെ, ഇതേ കുടുംബത്തെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ നമുക്ക് പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കണം. ഫാമിലി കോൺഫറൻസ് കൊണ്ട് നാം കൊതിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുനിയാവിൽ സന്തോഷങ്ങൾ പങ്കിടുന്ന, ദുഃഖങ്ങളിൽ പങ്കാളികളാകുന്ന, ആനന്ദങ്ങളിൽ പങ്കാളികളാകുന്ന ഇതേ കുടുംബം നാളെ സ്വർഗത്തിലും എത്തിപ്പെടണമെന്ന ആഗ്രഹം. ആത്മാർത്ഥമായി അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വളരെ ഗൗരവമുള്ള ഈ വിഷയത്തിൽ നമുക്ക് താല്പര്യമുണ്ടായിരിക്കണം. നബിമാർ ഏറ്റവും നല്ല ഭർത്താക്കന്മാരാണ്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പും ധാരാളം നബിമാർ വന്നിട്ടുണ്ട്. ആ നബിമാരൊക്കെയും വിവാഹം ചെയ്തവർ, കുട്ടികളുള്ളവർ, കുടുംബമായി ജീവിച്ചവരാണ്. നിങ്ങളും വിവാഹം ചെയ്യണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. തൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അവരോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷകരമായ മനോഹരമായ കുടുംബത്തെ പടുത്തുയർത്തി. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഭർത്താവാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഭർത്താവാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഭർത്താവാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്കറിയാം. സ്വർഗീയ സുഖങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണമായ ഇബ്ലീസിന്റെ ഇടപെടൽ, അത് കാരണം മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്തായി. ആ ഹവ്വാ ബീവിയെ നിന്നെക്കൊണ്ടാണ് എനിക്ക് പ്രേരണയായത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയില്ല, ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം, ഞങ്ങളോട് പുറത്തു തരണം, ഇല്ല എങ്കിൽ ഞങ്ങൾ നട്ടകാരികളിൽ പെട്ടുപോകും. ആ ഭാര്യയെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച്, ഒരേ കുടയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം പങ്കിട്ട ഭർത്താവ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നല്ല ഭർത്താവായി മാറാൻ, കുടുംബത്തിലെ നല്ലൊരു നായകനായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് അൽ ബിദായ വന്നിഹായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ, തൗഹീദിന് വേണ്ടി ലോകം സഞ്ചരിച്ച മഹാനാണല്ലോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഊന്നിപ്പിടിക്കാൻ ഒരു വടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ തോളിൽ എപ്പോഴും സാറാ ബീവിയുണ്ട്. സാറാ ബീവിയോടുള്ള ഇഷ്ടം കാരണം നടക്കാൻ സമ്മതിക്കാറില്ല, തൻ്റെ തോളിൽ ഏറ്റിയിട്ടാണ് നടക്കാറുള്ളത്. ആ ഇഷ്ടം, ആ സ്നേഹം ശരിക്ക് പ്രകടിപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ, സ്നേഹം ശരിക്ക് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമായിരിക്കും, സംശയമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോട് വർത്തിച്ചത് അവിടുത്തെ ഭാര്യമാർ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വകാന മഅ അഹ്ലിഹി യുലാതിഫു നിസാഅഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബിനികളോടൊപ്പം ജീവിക്കുമ്പോൾ അവരോട് വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറാറുള്ളത്. വയതവദ്ദദു ഇലൈഹിന്ന, ഭാര്യമാരോട് ഇഷ്ടം ശരിക്ക് പ്രകടിപ്പിക്കുമായിരുന്നു. വയുദ്ഖിലു സുറൂറ ഇലാ ഖുലൂബിഹിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൽബുകളിലേക്ക് സന്തോഷം ഇങ്ങനെ ഇട്ടുകൊടുക്കുമായിരുന്നു, അതിങ്ങനെ നിറക്കുമായിരുന്നു. അതുപോലെ ആവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഹൈലുള്ള സമയത്ത് പോലും, മെൻസസ് ഉള്ള സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ പകുതി എന്നിൽ നിന്ന് വാങ്ങിക്കുടിക്കും. കുടിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എവിടെയാണോ ആ ഗ്ലാസിൽ ചുണ്ട് വെച്ചത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ പ്രകടനം പ്രിയപ്പെട്ടവരെ ഉണ്ടാകണം. നമ്മുടെ ആദർശ കുടുംബത്തിൽ കുടുംബജീവിതം നയിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഇത് സാധിക്കണം.
അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുമിച്ച് കുളിക്കാറുണ്ട് എന്നാണ്. വതഖ്തലിഫു ഐദിയനാ ഫീഹി ഫയുബാദിറുനി ഫഉബാദിറു ഹത്താ അഖൂല ദഅലി ദഅലി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഞങ്ങൾ കുളിക്കുമ്പോൾ ഒരുമിച്ച് കുളിക്കും. എന്നിട്ട് അല്പമുള്ള വെള്ളമല്ലേ ഉള്ളൂ, ചെറിയ പാത്രമേ ഉള്ളൂ, ആ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു മുക്കി പാരാൻ മത്സരിക്കും, ഞാനും മത്സരിക്കും. അവസാനം എനിക്ക് കുറച്ച് വെള്ളം വെക്കണേ, എനിക്ക് കുറച്ച് വെള്ളം വെക്കണേ, എന്നിലേക്ക് ഒഴിച്ചതുപോലെ നിങ്ങളിലേക്ക് ഒഴിച്ചതുപോലെ ഞാനും ഒന്നൊഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറയുമാറ് ഞങ്ങൾ കുടിക്കാറുണ്ട്, ഞങ്ങളങ്ങനെ അതിൽ മത്സരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ വിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരൽപ്പം അവിടെ ഇരുന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഷുറൂഖ് നമസ്കരിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇണകളുടെ അടുക്കലേക്കാണ് ആദ്യം പോകുന്നത്. അവരോട് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയും, എന്നിട്ട് അവിടെ നിന്ന് പോരാറുള്ളൂ. അസർ നമസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകും, അവരോട് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരോട് ധാരാളമായി സംസാരിക്കും, അവരോടൊപ്പം വിനോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഏത് ഭാര്യയോടാണോ നിശ്ചയിച്ചിട്ടുള്ളത്, ക്രമപ്രകാരം ആരുടെ കൂടെയാണോ അന്നുള്ളത്, അവരോടൊത്ത് രാത്രി കൂടും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആവാൻ കഴിയേണ്ടതുണ്ട്. സഹധർമ്മിണിയുടെ ഭാര്യയുടെ ഇഷ്ടവും അനിഷ്ടവും ഇണക്കവും പിണക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിയെടുക്കാറുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു, ആയിഷ, നിനക്ക് എന്നോട് എപ്പോഴാണ് ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം, എപ്പോഴാണ് നിനക്ക് പിണക്കമുള്ളതെന്നും ഞാൻ അറിയുന്നുണ്ട്. എങ്ങനെയാ നബി ഞങ്ങൾ അറിയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, നിനക്ക് എന്നോട് നല്ല ഇഷ്ടത്തിലാണെങ്കിൽ നീ പറയും, മുഹമ്മദിന്റെ റബ്ബ് തന്നെയാണ് സത്യം. നിനക്കെന്നോട് ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടെങ്കിൽ നീ പറയാറുള്ളത്, ഇബ്രാഹീമിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരൽപ്പം ദേഷ്യത്തിലാണ്, ഒരൽപ്പം പിണക്കത്തിലാണ്, എന്നോട് നല്ല ഇഷ്ടത്തിലാണ്. അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിയെടുത്ത് ആ വിടവുകളെല്ലാം നിവർത്തിക്കൊണ്ട് ആയിഷ ബീവിയോടത് പങ്കിടുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ വിനോദിക്കും. യാ ആയിഷ തആലി ഉസാബികുകി, ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധയാത്ര നടത്തുമ്പോൾ ആ തലേ ദിവസം യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബികളോട് പറയുന്നു, നിങ്ങൾ മുന്നിൽ നടക്കി, ഞാൻ പിറകിലാവാം, ഞാനും എൻ്റെ ഭാര്യയും സ്വകാര്യമായി ഒന്ന് വിനോദിക്കട്ടെ എന്നർത്ഥം. സ്വഹാബിമാർ വേഗം ഓടി. ആ സന്ദർഭത്തിൽ വിളിക്കുന്നവാ, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. നമ്മൾ സാധാരണ കേട്ട ചരിത്ര സംഭവമാണ്. നമ്മൾ ചിന്തിക്കണം, നാളെ നടക്കാനെടുക്കുന്ന യുദ്ധത്തിന് ആ കമാൻഡർക്ക്, മുസ്ലിം പടനായകൻ എന്തെല്ലാം ചെയ്യാനുണ്ട്, തൻ്റെ അനുയായികളെക്കുറിച്ച്, മുസ്ലിം സൈന്യത്തെക്കുറിച്ച് എന്തെല്ലാം ചിന്തിക്കാനുണ്ട്. ആ ബുദ്ധി നന്നായി വർക്ക് ചെയ്യേണ്ടുന്ന സന്ദർഭത്തിൽ പോലും തൻ്റെ ഭാര്യയോടൊത്ത് വിനോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം ചെലവഴിക്കുന്നു. നമുക്കതിന് സമയമുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരുപാട് തകർച്ചകൾ സംഭവിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം, ലോഡ്ജ് റൂമിൽ ഒരു പെണ്ണിനെ കൊന്നു. ആ പെണ്ണിനെ കൊല്ലാനുള്ള കാരണം അവൾക്ക് ഒരു അവിഹിത ബന്ധമായിരുന്നു. അവൾക്ക് നിലവിലൊരു ഭർത്താവുണ്ട്, നേരത്തെ ഒരു തൊലാക്ക് സംഭവിച്ചതാണ്, രണ്ടാമത്തെ തൊലാക്കിൻ്റെ വക്കിലാണ്. ആ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പൊട്ടലുകൾ, ചീറ്റലുകൾ, എല്ലാ പ്രശ്നങ്ങളും കേൾക്കാൻ ഇവൻ തയ്യാറായി എന്നതാണ്. അവൻ മുമ്പൊരിക്കൽ പീഡിപ്പിച്ചതുകൊണ്ട് പീഡന കേസിന് അവൻക്കെതിരെ ഒറ്റപ്പാലത്ത് കേസുണ്ടായിരുന്നു. അവൻ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടതാണ്. അവൻ ജാമ്യത്തിനിറങ്ങി ഇവളെ വീണ്ടും സ്നേഹം നടിച്ച് കൊണ്ടുപോയി കൊന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇവളുടെ പ്രശ്നം കേൾക്കാൻ അയാൾ തയ്യാറായി എന്നതാണ് ആ കൊലപാതകത്തിലേക്ക് അത് എത്തിക്കാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാരായ നമ്മൾ നമ്മുടെ ഭാര്യയുടെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, വാക്കുകളെ ഒന്ന് കേട്ടുകൊടുക്കുക എന്നത് ഏറ്റവും വലിയ വിഷയമാണ്. സുന്ദരമായ മനോഹരമായ കുടുംബജീവിതത്തിൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ചെയ്തിട്ടുണ്ട്. ഭർത്താക്കന്മാരായ നബിമാരൊക്കെ അത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനോദിക്കുന്നു. അങ്ങനെ അതാ ഓട്ട മത്സരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുന്നു. ആയിഷ ബീവി ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ട് തിരിഞ്ഞു എന്ന് പറയുന്നു, നാളെ നടക്കാനിരിക്കുന്ന യുദ്ധത്തിൽ മുസ്ലിം കമാൻഡറായി, മുസ്ലിങ്ങളുടെ പടനായകനായുള്ള വ്യക്തിയാണ് പോലും ഒരു പെണ്ണിനെ തോൽപ്പിക്കാൻ പറ്റാത്ത നിങ്ങളോ? രസകരമായ കുടുംബജീവിതത്തിലെ സന്ദർഭങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചൊതുക്കി. വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു യുദ്ധയാത്രയിൽ ആയിഷ ബീവി തന്നെ കൂടെയുണ്ട്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, തആലി ഉസാബിക്കി വാ, നമുക്കൊന്നുകൂടി മത്സരിക്കാം. സ്വഹാബിമാരുടെ മുമ്പിൽ നടക്കാൻ പറഞ്ഞു. അവർ ഓട്ട മത്സരം നടത്തി. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കുറച്ച് തടിച്ചിട്ടുണ്ട്. കിതച്ച് വേക്കിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ആയിഷ ആദിഹി ബിതിൽക്, പണ്ടിന് ജിന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരാട്ട വെച്ചോട്ടോ. രസകരമായ കുടുംബജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭർത്താവിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് മദീന പള്ളിയുടെ മുമ്പിൽ ആ മുറ്റത്ത് ഹബിഷക്കാരായ ആളുകളുടെ അയോധന കല നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് കാണാൻ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽക്കൽ നിന്നു കൊടുത്തു. തൻ്റെ കാലിൻ്റെ മുട്ടൊന്നിങ്ങനെ മടക്കി കൊടുത്തു. എന്നിട്ട് മസിലിന് മുകളിൽ ആ ജോയിന്റിൽ ചവിട്ടി കയറി നിൽക്കാൻ പറഞ്ഞു. നിന്റെ താട എൻ്റെ ഷോൾഡറിൽ വെച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന വന്നു. ആയിഷ ബീവി എങ്ങനെ താങ്ങി നിൽക്കുമ്പോൾ മുട്ട് പറക്കാൻ തുടങ്ങി. ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷോ മതിയായില്ലേ? ലാ ബഅദു, മതിയായിട്ടില്ല, കുറച്ചുകൂടി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് ചോദിച്ചു. ഒരല്പം കഴിഞ്ഞിട്ട്, ആയിഷോ മതിയായില്ലേ? ലാ ബഅദു, കുറച്ചുകൂടി. വീണ്ടും ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നു, ഞാൻ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് മതിയായിട്ടുണ്ട്. ആ കളി വലിയ രസമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് എൻ്റെ വിഷയത്തിൽ എത്ര വേദന സഹിക്കും എന്ന് ഞാൻ ഇങ്ങനെ അളന്നു നോക്കിയായിരുന്നു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭർത്താവ് ഞാൻ എന്നെ നിലത്ത് വെച്ചോളൂ മതി എന്ന് പറഞ്ഞപ്പോഴല്ലാതെ ആ പൂമേനിയിൽ നിന്ന് എൻ്റെ കാല് നിലത്തേക്ക് വെക്കാൻ സമ്മതിച്ചിട്ടില്ല. അത്രമാത്രം സ്നേഹമായിരുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് കാണിച്ചത്. ഇതാണ് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരായ നമുക്ക്, കുടുംബജീവിതത്തിലെ നായകന്മാരായ നമുക്ക് നമ്മുടെ ഭാര്യമാരോട് ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനിയോ നല്ല ഉമ്മമാർ നല്ല ഭാര്യമാരാവണം. നബിമാരുടെ ഭാര്യമാർ നല്ല ഭാര്യമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ചുരുങ്ങിയ സമയമാണല്ലോ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്തായി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടക്ക് കൈ കൊടുത്തുകൊണ്ട് ദുഃഖത്തോടെ ഒരു കാര്യം പറഞ്ഞു. അതോടൊപ്പം എല്ലാ ഉമ്മമാർക്കും ഒരു സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. അയ്യുമ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണാണ് ഭർത്താവിനെ വിട്ടുകൊണ്ടഥവാ അള്ളാഹുവിലേക്ക് നേരത്തെ യാത്രയാകുന്നു, ആ ഭർത്താവിന് ഈ ഭാര്യയെക്കുറിച്ച് പരിപൂർണ തൃപ്തിയുണ്ട്, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല വഫാത്തായ സന്ദർഭത്തിലാണ് ആ പറഞ്ഞത്. ഇതുപോലെ ഖദീജ ബീവിമാരാവാൻ, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കി അനുസരിച്ച് തൃപ്തിപ്പെടുത്തി അയാളുടെ സന്തോഷം വാങ്ങാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് സാധിക്കണം. ആദർശ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മൾ നല്ല ഭാര്യമാരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പോലെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് പോലും തൻ്റെ ഭർത്താവിൻ്റെ അവസാന ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. നമ്മൾ ധാരാളം കേട്ട ചരിത്രമല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആങ്ങളയായ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിയുടെ കയ്യിലുള്ള അറാഖിൻ്റെ കൊള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. സിവാക്കിൻ്റെ ആഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യൽ വലിയ ആഗ്രഹമുള്ള ആളാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് പല്ല് തേക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തലകുലുക്കി. അതേ. ആ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ എന്ന ആങ്ങളയിൽ നിന്ന് ആ അറാഖിൻ്റെ കൊള്ളി വാങ്ങി അതിൻ്റെ മറുഭാഗം ചവച്ച് ശരിയാക്കി ബ്രഷാക്കി പാകമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദന്തശുദ്ധീകരണം നടത്തി കൊടുക്കുന്നു. വഫാത്തായതിനു ശേഷം ആയിഷ ബീവി സന്തോഷത്തിൽ പറയാറുണ്ട്, എൻ്റെ മാറിൽ കിടന്നിട്ടാണ് എൻ്റെ ഭർത്താവ് നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. അതുപോലെ തന്നെ എൻ്റെ ഉമിനീരും എൻ്റെ ഭർത്താവിൻ്റെ ഉമിനീരും അവസാനമായി കലർന്ന ആ രംഗം എനിക്ക് അഭിമാനമാണ്. വേറൊരാൾക്കും അതിന് ഭാഗ്യം ലഭിച്ചിട്ടില്ല. ആ മരണ സന്ദർഭത്തിൽ പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന ആ ഭാര്യയുടെ ചരിത്രം എൻ്റെ ഉമ്മമാരെ, ഭാര്യമാരെ, സഹോദരിമാരെ നിങ്ങൾ ഒപ്പിയെടുക്കണം, ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ സ്വർഗം, നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് നിങ്ങളുടെ നരകവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശമാണല്ലോ. അപ്പോൾ ഈ നിലക്ക് നല്ല ഇണകളായി ജീവിക്കാൻ ആ കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ഇന്നത്തെ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ ഇഷ്ടവും ഈ പ്രകടനങ്ങളും ഈ സ്നേഹങ്ങളൊന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി രക്ഷപ്പെട്ട കുടുംബങ്ങളുണ്ട്. ഇസ്ലാം പറഞ്ഞതുപോലെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ അധിക കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, വഞ്ചനകളും അതുപോലെ തന്നെ തകരാറുകളും ചതികളും നടന്നുകൊണ്ടിരിക്കുന്നു.
ആധുനിക സമൂഹത്തിലെ പുതിയ പെൺമക്കൾ വിവാഹത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാപ്പയും ഉമ്മയും അതുപോലെ തന്നെ ഇത്താത്തയും അതുപോലെ തന്നെ അളിയനുമൊക്കെ കുടുംബജീവിതത്തിലുണ്ടായിരിക്കുന്ന ഛിദ്രതകൾ കണ്ട് വളരുന്ന മക്കൾ, ഇതാണ് കുടുംബജീവിതമെങ്കിൽ ആ വിവാഹം എനിക്ക് ഭയപ്പാടാണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനിക ഭൗതിക കലാലയങ്ങളിൽ നമ്മളെ മക്കൾ പഠിക്കുമ്പോൾ ഒരു പുതിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതുകൂടി ഞാൻ കൂട്ടത്തിൽ പറയട്ടെ. അവരുടെ സ്ക്രീൻ ടൈം, സ്ക്രോളിംഗ് ടൈം, അവരുടേതായ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ വാട്സപ്പിലും ട്വിറ്ററിലുമൊക്കെ അവർ ഒരു ക്യാമ്പയിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾ. എന്താണ് ആ ക്യാമ്പയിൻ? നീ ഇപ്പോൾ തന്നെ വിവാഹിതയാകേണ്ടതില്ല, നിനക്ക് പഠിച്ച് ഒരു ജോലി കിട്ടി സാമ്പത്തിക ശേഷി കിട്ടിക്കഴിഞ്ഞിട്ട് മതി നിന്റെ വിവാഹം. കാരണം നീ ഇപ്പോൾ വിവാഹം ചെയ്താൽ നിന്റെ വിവാഹം ചിലപ്പോൾ ത്വലാക്കിൽ കലാശിച്ചേക്കാം. കല്യാണത്തിന് മുമ്പ് എന്നെ ത്വലാക്ക് പറഞ്ഞ് ബേജാറാക്കുന്നു. ഫോബിയ, അനാവശ്യമായ പേടിയാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിവാഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വതന്ത്രവാദികൾ നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇസ്ലാമിക കുടുംബ ചട്ടക്കൂടിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ത്വലാഖിനെ ഭയപ്പെടുന്ന മക്കളുണ്ട്. എന്താ കാരണം? വീടിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹങ്ങൾ കാണുന്നില്ല. പരിഹാരം ഇസ്ലാം പറഞ്ഞതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ, സ്നേഹം കൊടുക്കൽ വാങ്ങലുകൾ കാണാൻ ആ മക്കൾക്ക് സാധിക്കണം. അതിന് നമ്മുടെ കുടുംബജീവിതം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ അനാവശ്യ പേടി ഒഴിവാക്കണം മക്കളെ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പ്രിയപ്പെട്ടവരെ ധാരാളം ആക്സിഡന്റുകൾ നടക്കുന്നുണ്ട്, റോഡ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നാണ്. ആ റോഡ് ആക്സിഡന്റിൽ 47 അപകടങ്ങൾ നടക്കുമ്പോൾ 17 മരണങ്ങൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 17 മരണങ്ങളെ ഭയപ്പെട്ട ഒരാളും സ്വന്തം വാഹനത്തിലോ പൊതുവാഹനത്തിലോ മറ്റുള്ളവരുടെ വാഹനത്തിലോ യാത്ര ചെയ്യാതിരിക്കുന്നില്ല. മരിക്കുമെന്ന പേടികൊണ്ട് യാത്ര ചെയ്യാതിരിക്കുന്നില്ല. എന്നതുപോലെ 1000 വിവാഹങ്ങൾ നടക്കുമ്പോൾ വെറും 13 വിവാഹങ്ങളാണ് ത്വലാഖിൽ കലാശിക്കുന്നത് എന്നാണ് പുതിയ കണക്ക്. ആ 1000 വിവാഹത്തിലെ 13 ത്വലാഖിൽ കലാശിക്കുമ്പോൾ അതിങ്ങനെ ചാനലിൽ പ്രകടമാവുകയാണ്. ബാക്കി സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബജീവിതത്തെ ഒപ്പിയെടുത്ത് മാതൃകയാക്കാൻ ഒരു ചാനലും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ കുടുംബജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ സ്വതന്ത്രവാദികൾ ഇവിടെ ഇട്ടുകൊടുക്കുന്ന, നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന മറ്റൊരു ചിന്ത ഇതെന്താണ്? ഇപ്പോൾ തന്നെ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്റെ ഭർത്താവ് ചിലപ്പോൾ മോശക്കാരനായിരിക്കും, ത്വലാഖ് സംഭവിക്കും. അപ്പോൾ നിന്നെ നോക്കണമെങ്കിൽ സാമ്പത്തികമായ ശേഷി വേണം. അതുകൊണ്ട് പഠിച്ച് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം. 1. 2, നിന്റെ ഏറ്റവും നല്ല സമയം അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നിന്റെ ശരീരം നിനക്ക് തോന്നിയതുപോലെ ആസ്വദിക്കാനുള്ളതാണ്. ഇസ്ലാമിലെ വിവാഹം എന്ന ചട്ടക്കൂടിലേക്ക് നീ വന്നാൽ മതത്തിൻ്റെ ആ ചട്ടക്കൂടിൽ, നിയന്ത്രണത്തിൽ നീ ഒതുങ്ങിപ്പോകും. അപ്പം നിനക്ക് വിനോദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തോന്നിയതുപോലെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം അവസാനം ഒരു നിക്കാഹിലൂടെ നീ ഒരു കുടുംബജീവിതം നയിച്ചോ എന്നാണ് നമ്മുടെ പുതിയ മക്കൾക്ക് അത്തരം ക്യാമ്പയിനിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, അത് ഹറാമിൻ്റെ ലോകമാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ വിവാഹ ജീവിതം, ആണും പെണ്ണും അവരുടെ ശരീരം 12-13 വയസ്സാകുമ്പോൾ റീപ്രൊഡക്ഷന് വേണ്ടി തയ്യാറാകുന്നുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇസ്ലാം ബുലൂഗത്തിയാൽ വിവാഹം ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന വയസ്സാകണം എന്ന് നിശ്ചയമുണ്ട്. ആ വയസ്സായി കഴിഞ്ഞാൽ സ്വഭാവം നല്ലുള്ള ദീനുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ വേഗം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരലാണ് ഏറ്റവും ഹൈറ്. അതാണ് സ്വസ്ഥതയും സമാധാനവുമുള്ള ജീവിതത്തിന് നല്ലത് എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മൊബൈൽ അമിതമായ ഉപയോഗം, ആ ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. അഥവാ നമ്മുടെ വീട്ടിൽ മൊബൈൽ വർക്ക് ചെയ്യാത്ത ഏരിയകൾ നമ്മൾ കണ്ടെത്തണം. അത് സിറ്റ് ഔട്ടിൽ, ലിവിങ് റൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡൈനിങ് ഹാളിൽ അത് വേണ്ട, ബെഡ്റൂമിൽ വേണ്ട. എപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയും ഉമ്മയും നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, അതിൻ്റെ അടിമയായി മാറുന്നത് ഒഴിവായിട്ടില്ല എങ്കിൽ, അത് കണ്ടു വളരുന്ന മക്കൾ നമ്മളെക്കാൾ അധികമായി അത് ഉപയോഗിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസമോ മാസത്തിൽ 3 ദിവസമോ ആ മൊബൈൽ ഉപയോഗിക്കാത്ത, അത്യാവശ്യ കോളുകളല്ലാതെ ബാക്കിയുള്ളതിന് ഉപയോഗിക്കാത്ത ദിനങ്ങളായി ആചരിച്ച് വരേണ്ടത്. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്, അറിയേണ്ടത് അനിവാര്യമാണ്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ ഭൗതിക സൗകര്യങ്ങൾ, സിനിമകൾ, സീരിയലുകൾ,
റീൽസുകൾ, അതുപോലെ തന്നെ നാടകങ്ങൾ, സിനിമകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സംഗീതങ്ങൾ പോലുള്ള വിനോദങ്ങളൊക്കെ സ്വസ്ഥമായ സമാധാനമായ കുടുംബജീവിതത്തെ തകർക്കുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭൗതിക സിനിമാ സംവിധായകൻ നമ്മുടെ രാജ്യത്ത് മലയാളക്കരയിൽ ഒരു സിനിമ രചിക്കുകയും ഉണ്ടാക്കുകയും ആ സിനിമയിലൂടെ ഇസ്ലാമിക കുടുംബജീവിതത്തെ തകർക്കാനുള്ള എല്ലാ അഭിനയങ്ങളും കൊണ്ടുവരികയും അങ്ങനെ അത് റിലീസാകുമ്പോൾ അയാൾ ആഗ്രഹിച്ചത് എന്താണെന്നറിയോ? എൻ്റെ സിനിമ കണ്ടിട്ട് ഒരു 10 കുടുംബമെങ്കിലും തകർന്ന് തരിപ്പണമായാൽ എനിക്ക് സമാധാനമായി എന്നാണ്. നഊദു ബില്ലാഹ്. അപ്പൊ ഇസ്ലാമിലെ കുടുംബജീവിതത്തെ തകർക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ നടക്കുമ്പോൾ മാതൃകാപരമായ സന്തോഷകരമായ മനോഹരമായ കുടുംബജീവിതം നയിക്കേണ്ടുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ ഇത്തരം ചതിക്കുയിൽ പെടാതെ രക്ഷപ്പെടേണ്ടതുണ്ട്. പ്രണയങ്ങൾ ഒരു ഭാഗത്ത്, ലെസ്ബിയൻ വിവാഹങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ സ്വർഗരതി ആണും പെണ്ണും ഇങ്ങനെയുള്ള രീതിയിലുള്ള കുടുംബജീവിതങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കോടതിയും അതുപോലെ തന്നെ നിയമപാലകരൊക്കെ അവർക്ക് അനുകൂലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ മണ്ഡലത്തിലെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലും ഇത്തരം കാര്യങ്ങൾ വന്നേക്കാം. നൂറ ആദില അതിന് ഉദാഹരണമാണ്. അഫീഫ സുമയ്യ അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. കാറ് കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടു പോകുമ്പോൾ എതിർത്ത വാപ്പയെ ഉമ്മയെ കോടതി വിധി കടലാസ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ എതിർക്കാൻ നിൽക്കേണ്ടതില്ല, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണെന്ന് പറഞ്ഞ കീഴ്ശ്ശേരിയിലുണ്ടായ സംഭവം, കോഴിക്കോടുണ്ടായ സംഭവം, അത് കോഴിക്കോടല്ലേ കിഴിശ്ശേരിയല്ലേ എന്ന് വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടിൻ്റെ അകത്തലങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. പരിഹാര മാർഗം എന്താണ്? ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, ഖുർആനിൻ്റെ ഹദീസിൻ്റെ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീഅത്ത് നിയമങ്ങൾ പഠിക്കുക. അത് പഠിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുക. ലഹരി പോലുള്ള മാരകമായ സിന്തറ്റിക് ലഹരി പോലുള്ള അപകടങ്ങളിൽ നിന്ന് നാമും നമ്മുടെ കുടുംബവും രക്ഷപ്പെടേണ്ടതുണ്ട്. അതിന് ഇത്തരം ദീനീപരമായ ഫാമിലി കോൺഫറൻസ് പോലെ ഇസ്ലാമിൻ്റെ തണലിൽ ദീനിൻ്റെ തണലുള്ള വിജ്ഞാന വേദികളിൽ നമ്മൾ കുടുംബസമേതം എത്തുക എന്നതാണ്. QHLS കുറിച്ച് ഇവിടെ പറഞ്ഞു. CRE ഉണ്ട്, അതുപോലെ തന്നെ വനിതകൾക്കുള്ള QHLS ഉണ്ട്, വിജ്ഞാന വേദികളുണ്ട്. എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒറ്റ ചരിത്ര സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, മഹദി, ആ മഹദിയുടെ ആദ്യ ഭർത്താവ് മാലിക്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട മകൻ അനസ് 8 വയസ്സേ ആയിട്ടുള്ളൂ. ആ കുട്ടി യതീമായി. ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നു. എൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിൽ ഇരുന്ന് പഠിച്ച് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ദീന് പഠിക്കണം, ഇസ്ലാമികമായി ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ആ ഉമ്മ യതീമായ കുട്ടിയെ നബിയെ ഏൽപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? ഇതെൻ്റെ കുഞ്ഞനസാണ്, നബി തങ്ങൾക്കുള്ളതാ, ഖിദ്മത്തിനായി തരുന്നുണ്ട് ഉമ്മു സുലൈമിദാ. നബിയെ, ഉമ്മു സുലൈം എൻ്റെ കുഞ്ഞനസിനെ നിങ്ങൾക്ക് ഖിദ്മ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെ നിന്ന് ദീൻ പഠിച്ചു വളരണം, നിങ്ങൾക്ക് ഖിദ്മയും ചെയ്യണം. കൂടാതെ തള്ള പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്ക് നബിയേ എൻ്റെ കുഞ്ഞനസിന്, എൻ്റെ ഈ കുഞ്ഞനസിന് വേണ്ടി പ്രാർത്ഥിക്കണം നബിയേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അക്സിർ മാലാ വവലദാ. അല്ലാഹുവേ, ഈ കുട്ടിക്ക് ധാരാളം മക്കളെ കൊടുക്കണേ, സമ്പത്തും കൊടുക്കണേ, സ്വർഗവും കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, നൽകിയവന് റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും അവസാനം. 8 വയസ്സായ കുട്ടി, കല്യാണം കഴിഞ്ഞിട്ടില്ല, തലയിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, ധാരാളം മക്കളെ കൊടുക്കണേ. അനസ് റളിയല്ലാഹു അൻഹു വളർന്ന് വലുതായി. 8-9 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മ ചെയ്തു. ഇന്നേ വരെ എന്നോട് ചേ എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, സൽസ്വഭാവത്തെക്കുറിച്ച് വിശദീകരിച്ച അനസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വളർന്ന് വലുതായി ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു, ഹദീസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ സ്വഹാബി ദീനിന് വേണ്ടി കുറേ ഖിദ്മകൾ ചെയ്തു. അദ്ദേഹത്തിന് 4 ഭാര്യമാരിൽ 80 മക്കൾ. ആ 80 മക്കളിൽ 2 പെൺകുട്ടികൾ, ബാക്കിയെല്ലാം ആൺകുട്ടികൾ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അല്ലാഹു ഖബൂൽ ചെയ്തു. സ്വർഗം ഉറപ്പുള്ള മഹാനായ സ്വഹാബി. എന്തേ ആ മഹദി ചെയ്തത്? എൻ്റെ കുട്ടി നബിയുടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പഠിച്ചു വളരണം.
ഇതേ ആഗ്രഹം നമുക്കുണ്ടാവണം. നമ്മുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ ദീനുകൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമ്മുടെ മക്കളെ എത്തിക്കുക എന്നത് ബാധ്യതയാണ്. കുടുംബസമേതം നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സമാധാനപൂർവ്വമുള്ള ഒരു കുടുംബജീവൻ നയിക്കുന്ന, അച്ചടക്കമുള്ള, സന്തോഷമുള്ള, മനോഹരമായ കുടുംബജീവൻ നയിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തിലും സ്വർഗത്തിലും ഇതുപോലെ കുടുംബമായി അണിചേരാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.